തൊഴിലാളി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച ജീവനക്കാരെ പിരിച്ചുവിടൽ നോട്ടീസ് നൽകി എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ്. ഫ്ലൈറ്റ് ഓപ്പറേഷൻ തടസ്സപ്പെടുത്തിയതിനും നിയമന വ്യവസ്ഥകൾ കണക്കിലെടുത്തുമാണ് പിരിച്ചുവിടൽ നോട്ടീസ്. യാത്രക്കാർക്കുണ്ടായ അസൗകര്യം പരിഹരിക്കാൻ ശ്രമിക്കുന്നതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. അതേസമയം പ്രതിഷേധം വ്യാപകമായതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും അധികൃതരുടെയും യോഗം വിളിച്ചു. പൈലറ്റുമാരടക്കം 300ഓളം ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം രോഗാവധി നൽകി മിന്നൽ പണിമുടക്ക് നടത്തിയത്. സേവന വേതന വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു ജീവനക്കാരുടെ സമരം. ആഭ്യന്തരവും രാജ്യാന്തരവുമായ 100-ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കേണ്ടി വന്നത്. 15,000-ലധികം യാത്രക്കാർ ബുദ്ധിമുട്ടിലായി. ഇതിന് പിന്നാലെ ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ സമരം ചെയ്ത 30 ജീവനക്കാർക്ക് എയർ ഇന്ത്യ മാനേജ്മെന്റ് പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. അപ്രതീക്ഷിത അവധിയെടുത്തത് ബോധപൂർവമാണെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. മറ്റ് ജീവനക്കാർ ഇന്ന് 4 മണിക്കകം ജോലിക്ക് പ്രവേശിക്കണമെന്ന് അന്ത്യശാസനവും നൽകി. ജീവനക്കാരുടെ പണിമുടക്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ മുടങ്ങുന്നത് ഇപ്പോഴും തുടരുകയാണ്. അതേസമയം തൊഴിൽ നിയമത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് ദില്ലി റീജിയണൽ ലേബർ കമ്മീഷണറുടെ വിമർശനം. ജീവനക്കാരുടെ പരാതികൾ യാഥാർത്ഥ്യമാണെന്നും നിയമന ലംഘനം നടന്നെന്നും കമ്മീഷൻ വ്യക്തമാക്കി. അനുരഞ്ജന ചർച്ചകൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരെയും നിയോഗിച്ചില്ല എന്നും വിമർശനമുണ്ട്. വ്യാപകമായി പ്രതിഷേധമുയർന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ എയർ ഇന്ത്യ അധികൃതരുടെയും ജീവനക്കാരുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.